ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ സഹായ പദ്ധതിയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ എന്നുള്ളത്. 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നത്. പ്രതിമാസം 1600 രൂപ വീതം എല്ലാ ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്നുണ്ട്. ഇതിൽ 4 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട്. അതായത് 6400 രൂപ ഓരോ ഗുണഭോക്താവിനും നൽകാനുണ്ട്. നിലവിൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ 2 ഗഡു പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ചിരുന്നു. അതിൽ ഒരു ഗഡു പെൻഷൻ വിതരണം ഓണത്തിന് വിതരണം ചെയ്തു കഴിഞ്ഞു. അതിൽ ഒരു ഗഡു കൂടി അവശേഷിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തനത് മാസത്തെ പെൻഷനും കൂടി ചേർത്താൽ 3200 രൂപയോളം ഒരാൾക്ക് തന്നെ ലഭിക്കും. ആ പെൻഷൻ തുക ഈ മാസം നൽകാനാണ് സർക്കാരിൻ്റെ തീരുമാനം. അത് വിതരണം ചെയ്യാനുള്ള അവസരം ഉണ്ടായാൽ ഈ മാസം തന്നെ വിതരണം ഉണ്ടായിരിക്കും. 25-ാം തീയതിക്ക് ശേഷമായിരിക്കും ഈ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുക. അതുമാത്രമല്ല, ഫെബ്രുവരി ആദ്യവാരത്തിൽ തന്നെ അടുത്ത ബജറ്റ് അവതരിപ്പിക്കും. അതിനു മുന്നോടിയായി തന്നെ സർക്കാർ ഈ പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ജനുവരി മാസത്തിൽ മിക്കവാറും ഓരോ പെൻഷൻ ഗുണഭോക്താവിനും 3200 രൂപ വീതം ലഭിക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ ഇനി ജനുവരി മാസം മുതൽ നിങ്ങൾക്ക് മുടങ്ങാതെ പെൻഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചില സാക്ഷ്യപത്ര സമർപ്പണം ചെയ്യണം. അതായത് ഇത് മെയിനായി ബാധിക്കുന്നത് വിധവാ പെൻഷൻ, അതുപോലെ അവിവാഹിത പെൻഷൻ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കളെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ നിങ്ങളുടെ സാക്ഷ്യപത്ര സമർപ്പണം ചെയ്യണം. അതായത് നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സർക്കാരിന് സമർപ്പിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ ഏതെങ്കിലും ഓൺലൈൻ സർവീസ് സെൻറ്ററിലോ പോയിട്ട് നിങ്ങളുടെ റേഷൻ കാർഡ്, ആധാർ കാർഡ്, ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം എന്നിവയുമായി ചെന്ന് നിങ്ങൾക്ക് അപേക്ഷ നൽകാം. അപേക്ഷ നൽകി ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് മെസ്സേജ് വരികയും അതിനുശേഷം അക്ഷയ കേന്ദ്രങ്ങളിലോ ഓൺലൈൻ സർവീസ് സെൻറ്ററിലോ പോയിട്ട് അതിൻ്റെ കോപ്പി എടുക്കാൻ സാധിക്കും. ശേഷം നിങ്ങളുടെ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയുമായി നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ചെന്നാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സ്ത്രീ ഗുണഭോക്താക്കൾ, അതായത് വിധവാ പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കളും അവിവാഹിത പെൻഷൻ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കളുമാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. 50 വയസ്സ്, അതായത് 60 വയസ്സ് കഴിഞ്ഞ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ഇത് ബാധകമല്ല. അതിന് താഴെയുള്ളവരാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇത് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഇനി മുതലുള്ള പെൻഷൻ തുക ലഭിക്കുക. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം, നിങ്ങളിത് സമർപ്പിക്കാത്ത പക്ഷം നിങ്ങളുടെ പെൻഷൻ തുക മുടങ്ങും. അതുകൊണ്ട് കൃത്യമായി തന്നെ ഈ രേഖ സർക്കാരിലേക്ക് സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.